കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. കാരണം മത്സരിച്ച എല്ലാവരും പരാജയപ്പെട്ട ശേഷം ഉള്ള ഒരു യോഗം എന്ന നിലയ്ക്ക് വളരെ ഇന്നത്തെ യോഗത്തിൽ പ്രാധാന്യം കൂടുതലാണ്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അധ്യക്ഷത വഹിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പരാജയം യോഗത്തിൽ ചർച്ച ചെയ്യും. ഷിനോജ് എസ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ഷിനോജ്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും തോൽക്കുക എന്ന് പറയുമ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതിനു മുൻപ് എടുത്ത തീരുമാനങ്ങളടക്കം, അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ ആരൊക്കെയാണോ പിടിവാശി കാണിച്ചത് അവരടക്കം ഉറപ്പായും പ്രതിരോധത്തിലാകുമെന്നും സംശയമില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, രാവിലെ 10 മണിക്ക് കോട്ടയത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ഈ കമ്മിറ്റി വൈകിട്ട് 5 മണി വരെ നീളും. വൈകിട്ട് യോഗത്തിന് ശേഷം ജോസ് കെ മാണി മാധ്യമങ്ങളെയും കാണും. എന്തായാലും ഏറ്റവും പ്രധാനം, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ലേക്ക് മുന്നണി മാറാൻ കിട്ടിയ അവസരം അത് കളഞ്ഞു കുളിച്ചു എന്ന തരത്തിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. റോഷി അഗസ്റ്റിനെതിരെയും പ്രമോദ് നാരായണനെതിരെയുമാണ് ഈ പല നേതാക്കളുമൊക്കെ തന്നെ ഇത്തരത്തിൽ വിമർശനം ഇന്ന് ഉന്നയിക്കാൻ സാധ്യത. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം വന്ന സമയത്ത് തന്നെ പല നേതാക്കളുമൊക്കെ തന്നെ ഫോണിൽ സംസാരിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അതിർത്തിയും മുറുമുറുപ്പും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമായിരുന്നു. അതിനാൽ തന്നെ ഇന്ന് ഈ യോഗത്തിൽ റോഷിക്കെതിരെയും പ്രമോദ് നാരായണനെതിരെയും അതിർത്തി ഉയരാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഈ വലിയൊരു അവസരം വീണ് കിട്ടിയതാണ്. UDF-ലേക്ക് പോകാൻ കഴിയുമായിരുന്ന ഒരു തരത്തിലുള്ള അവസരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് പോലും മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തൽ കൂടി അവർക്ക് മുന്നിലുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും UDF-ന് വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു. അത് മുന്നിൽ കണ്ടുവെങ്കിലും UDF-ലേക്ക് പോകണമായിരുന്നു എന്ന് വിചാരിക്കുന്ന നേതാക്കളൊക്കെ തന്നെ മണി ഗ്രൂപ്പിനകത്തുണ്ട്. മാത്രമല്ല കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ എല്ലാ കാലത്തെയും ബേസ് വോട്ട് എന്ന് പറയുന്നത് അത് ക്രൈസ്തവ വോട്ടുകളാണ്. ഇത്തവണ ഈ ക്രൈസ്തവ വോട്ടുകൾ പോലും തങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചില്ല. അത് UDF-ലേക്ക് പോയി എന്നൊരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ പാർട്ടിക്കകത്തുണ്ട്. പ്രത്യേകിച്ച് പാലായിൽ നിരവധി ക്രൈസ്തവ മഠങ്ങളൊക്കെ ഉള്ള മണ്ഡലമാണ്. അവിടെ പോലും UDF സ്ഥാനാർത്ഥിക്കാണ് അത്തരത്തിലുള്ള വോട്ടുകളൊക്കെ തന്നെ പോളായത്. അങ്ങനെ ആ തരത്തിലുള്ള വിമർശനം കൂടി ഇന്ന് പാർട്ടിക്കകത്ത് ഉയരും. ഒപ്പം തന്നെ പല മണ്ഡലങ്ങളിലും CPM വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചില്ല എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അവർ CPM-ന് കിട്ടേണ്ട CPM വോട്ടുകൾ പോലും ഇത്തവണ 2ലേക്ക് എത്തിയില്ല. അതും UDF-ലേക്കും BJP-ലേക്കും ഒക്കെ തന്നെ പോയി എന്ന വിമർശനമൊക്കെ തന്നെ ഇന്ന് പാർട്ടിക്കകത്ത് ഉയരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് റോഷിക്കെതിരെയും പ്രമോദ് നാരായണനെതിരെയും ഉയരുന്ന വിമർശനമാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്ക് ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണും. ചരിത്രത്തിലാദ്യമായാണ് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു MLA ഇല്ലാത്ത ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് നടക്കാൻ പോകുന്നത്. ആകെ ഉള്ള ഒരു പ്രതിനിധി എന്ന് പറയുന്നത് രാജ്യസഭ MP സ്ഥാനം മാത്രമാണ് ജോസ് കെ മാണിയുടെ. അത് 3 വർഷം കഴിയുമ്പോൾ അതും അവസാനിക്കും. അതിനുശേഷം ആ സീറ്റ് കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് കേരള കോൺഗ്രസ് എം പോകുന്നു. മറുവശത്ത് കേരള കോൺഗ്രസ് ജോസഫ് ആകട്ടെ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഗ്രേസുള്ള വിജയമാണ് അവർ ഇത്തവണ നേടിയിരിക്കുന്നത്. 8-ൽ 7 പേരും ജയിക്കുന്നു. സംസ്ഥാനത്തിന് ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയെ ജോസഫ് ഗ്രൂപ്പ് മാറുന്നു. ഏതാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് നേതാക്കൾ തമ്മിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച നടക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്താണ് ഒരു MLA പോലും ഇല്ലാത്തൊരു വലിയ ദയനീയമായ സ്ഥിതിയിലേക്ക് കേരള കോൺഗ്രസ് എം മാറുന്നത്. അതേസമയത്ത് എതിർപക്ഷത്ത് ജോസഫ് ഗ്രൂപ്പ് വലിയ സജീവമായി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ആകാംക്ഷയോടെ ഉറ്റുനോക്കാം.